പെരിയ പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിൽ മെയ് 4 മുതൽ 11 വരെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടത്തുന്നു. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ലഹരിയുടെ ഉപയോഗവും വിപണനവും വ്യാപനവും അതുമൂലമുള്ള വിപത്തുകളും സമൂഹത്തിൽ ആശങ്കാജനകമാം വിധം വർദ്ധിച്ചുവരുന്ന വർത്തമാനകാലത്ത് അതിനെതിരെയുള്ള അവബോധമായി ആത്മീയതയാഹണം ലഹരി എന്ന ഉദ്ദേശലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് പെരിയ പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടത്തുന്നത്. മെയ് 4 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന യജ്ഞത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും യഥോചിതം പൂർത്തിയായെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ കാലഘട്ടത്തിൽ പുതിയ കുട്ടികൾ വളരുമ്പോഴും നമ്മുടെ സനാതന ധർമ്മങ്ങൾ മൂല്യങ്ങൾ അറിയാതെ പോയത് കൊണ്ടാണ് ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി മാറാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ സമൂഹത്തിനും ജാതിഭേദം അതേപോലെ എല്ലാവർക്കും ഇന്ത്യ രാജ്യത്ത് ലോക സമസ്ത സ്വതന്ത്ര ഭവനം എന്ന അടിസ്ഥാന തത്വം കൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ ഉദ്ദേശിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ് ഈ സപ്താഹം എന്ന് പറയുന്നത്. അത് ഈ മെയ് മാസം 2025 മെയ് മാസം 4 തീയതി മുതൽ 11 തീയതി വരെ നമ്മുടെ ശ്രീമദ് ഭാഗവത ആചാര്യൻ ശ്രീ പെരുങ്കോവന ശ്രീധരൻ നമ്പൂതിരി അവരാണ് ഈ പരിപാടി യജ്ഞം അവതരിപ്പിക്കുന്നത്. മെയ് 4 വൈകുന്നേരം 4 മണിക്ക് കായക്കുളം വിഷ്ണു ദേവസ്ഥാനത്തു നിന്നും എത്തിച്ചേരുന്ന വർണ്ണശബളമായ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെ ആരാധനയ്ക്ക് ആരംഭമുയരും. തുടർന്ന് 5 മണിക്ക് യജ്ഞാചാര്യൻ ഭാഗവതശ്രീ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിക്ക് ആചാര്യ വരവേൽപ്പ് നൽകും. 5:30 ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭതന്ത്രികൾ ദീപപ്രോജ്വലനം നടത്തി യജ്ഞത്തിന് നന്ദി കുറിക്കും. ശേഷം യജ്ഞാചാര്യൻ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തും. മെയ് 5 രാവിലെ 6 മണിക്ക് വിഷ്ണു സഹസ്രനാമ സമൂഹ പാരായണം. 6:30 മുതൽ സമൂഹാർച്ചന നാമസങ്കീർത്തനവും പ്രദക്ഷിണവും നമസ്കാരവും. തുടർന്ന് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞ ആരംഭം. ആദ്യ ദിനത്തിൽ വരാഹാവതാര ഭാഗമാണ് പാരായണം ചെയ്യുക. മെയ് 6 ഭദ്രകാളി പ്രാദുർഭാവം, 7 പ്രഹ്ലാദചരിതം, നരസിംഹാവതാരം, പ്രഹ്ലാദസ്തുതി, 8 ശ്രീകൃഷ്ണാവതാരം, 9 രുക്മിണി സ്വയംവരം, 10 സന്താനഗോപാലം, ഉദ്ധവ ഉപദേശം എന്നീ ഭാഗങ്ങളും പാരായണം ചെയ്യും. അവസാന ദിനമായ മെയ് 11 കലശാഭിഷേകം, ഭാഗവത സമർപ്പണം, ദീപാരാധന, ആചാര്യദക്ഷിണ, പ്രസാദ വിതരണം എന്നിവ നടക്കും. യജ്ഞത്തിലെ സവിശേഷമായ രുക്മിണി സ്വയംവര ഘോഷയാത്ര മെയ് 9 വൈകിട്ട് 4:30 പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തിൽ നിന്നും പ്രയാണം ആരംഭിക്കും. യജ്ഞത്തിൻ്റെ എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും ഒപ്പം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാവർക്കുമായി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ലഘുഭക്ഷണവും കൂടാതെ അന്നദാനവും ഉണ്ടാകുമെന്നും ആഘോഷ കമ്മിറ്റിയുടെ അമരക്കാർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ, ജനറൽ കൺവീനർ ടി രാമകൃഷ്ണൻ, ട്രഷറർ കെ വിജയൻ, വർക്കിംഗ് ചെയർമാൻമാരായ പ്രമോദ് പെരിയ, പി നാരായണൻ സൗഭാഗ്യ, തമ്പാൻ നായർ ഏച്ചിക്കുണ്ട്, വി കണ്ണൻ പെരിയോക്കി, എം കരുണാകരൻ നായർ ഏച്ചിക്കുണ്ട്, പി സി ബാബു പെരിയ ബസാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.